ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടരുത്, രണ്ടുപേരും ഒന്ന് പാടും. ലിറിക്സ് എടുക്കും. മാരിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവായി മച്ചകങ്ങൾ. ഒരു സെലിബ്രേഷൻ്റെ സിനിമയാണ്. ഇറ്റ് ഇസ് എ സെലിബ്രേഷൻ ഓഫ് ലവ്, സെലിബ്രേഷൻ ഓഫ് റിലേഷൻഷിപ്പ്, ഫൺ, ഫാമിലി എന്റർടൈനറാണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന സിനിമ. ശ്രുതി, ഈ പാച്ചുവും അത്ഭുത വിളക്കും കാണുന്ന സമയത്ത് ഒറ്റ സീനിൽ വന്നിട്ട് ഒരു ചിരി ചിരിക്കുമ്പോൾ അഖിലിന്റെ ആ ഓണസ്റ്റി ഞാൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ആ സിനിമ പോയി ചെയ്തത്. അപ്പോൾ നമ്മൾ വേറെ ബാഗേജോ ടെൻഷനോ ഒന്നും ആയിട്ട് പോകാറില്ല. സോ ഞാൻ ഒരു ഡയലോഗ് പോലും ഉണ്ടായിരുന്നില്ല അതിൽ. മധുരത്തിൽ അത്രയും മനോഹരിയായിട്ട് അഹമ്മദ് കബീർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ ശരിക്കും അത് ആസ്വദിച്ച്. മധുരത്തിലെ ആ കിച്ചൺ സീക്വൻസിൽ ജോയിച്ചേട്ടനെയും എന്നെയും സെറ്റിലേക്ക് വിളിച്ചിട്ടാണ് ലൈറ്റപ്പും ക്യാമറയും എല്ലാം സെറ്റ് ചെയ്തത്. അവരിങ്ങനെ കിച്ചണിൽ ഇരിക്കുന്നു, എന്നിട്ട് ചിത്രം വീഴുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. രേഖയുടെ ഫൈറ്റ് സീൻസിന് അപ്പുറത്തേക്ക് എനിക്ക് ഇന്റിമേറ്റ് സീൻസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമയിലുള്ള സീനിനേക്കാളും ഭയങ്കര ഡെപ്തുള്ള ഇതിലായിരുന്നു. സെൻസർ കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞത് കൊണ്ട് ഒഴിവാക്കേണ്ടി വന്നു. അത് കാണുന്ന സങ്കടം ഉണ്ടായിരുന്നു. എനിക്ക് റിസ്ക് ആയിരുന്നു പേഴ്സണലി. അപ്പൊ ആ റിസ്ക് എടുത്താൽ ചെയ്തത് എനിക്ക് കാണാൻ വേണ്ടിട്ട് തന്നെയാണ്. ഫാദർ വിൻസെന്റ് വട്ടോളി നമ്മുടെ മനസ്സിൽ കയറിയ ഒരു സുന്ദരനായിട്ടുള്ള പുണ്യാളനാണ്. ഞാനും കുറേ നാളായിട്ട് കാത്തിരിക്കുന്നു. കഴിഞ്ഞ എൻ്റെ ഒരു 3-4 വർഷത്തെ ഒരു ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സീരിയസ് പടങ്ങളിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്. അമർ അക്ബർ അന്തോണിക്ക് ശേഷം ആ ഷെയ്ഡ്സ് ഉള്ളൊരു കഥാപാത്രം എനിക്ക് കിട്ടണം എന്നല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ളൊരു ജോണറാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഹ്യൂമർ മാത്രമല്ല, ഇതിൽ ഇമോഷൻസ് ഉണ്ട്, പെയിൻ ഉണ്ട്, എല്ലാം ഉണ്ട്. മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി ടീം നമുക്കൊപ്പം ഉണ്ട്. വിൻസി ഉണ്ട്, സർജാനോ ഖാലിദ് ഉണ്ട്, ഇന്ദ്രജിത്ത് ഏട്ടനുണ്ട്, ഒപ്പം ശ്രുതി രാമചന്ദ്രൻ. ഹായ്. ഹലോ. മാരിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവാൽ മച്ചകങ്ങൾ ഗിരീഷേട്ടൻ്റെ വരികളാണ്. അതായത് മരുവില്ല് കൊണ്ട് ഗോപുരങ്ങൾ കെട്ടുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പടം ഒരു കളർഫുൾ പടമാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു റെഫറൻസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണോ? തീർച്ചയായിട്ടും ഒരു കളർഫുൾ ഫിലിമാണ്. ഒരു സെലിബ്രേഷൻ്റെ സിനിമയാണ്. ഇറ്റ് ഇസ് എ സെലിബ്രേഷൻ ഓഫ് ലവ്, സെലിബ്രേഷൻ ഓഫ് റിലേഷൻഷിപ്സ്. അപ്പോൾ എല്ലാ രീതിയിലും ഒരു ഫൺ, ഫാമിലി എൻ്റർടൈനറാണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന സിനിമ. അതുകൊണ്ട് ആ കളർ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ചേരും. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ബ്രോഡാഡി ഇറങ്ങുന്ന സമയത്ത് ആ സിനിമയുടെ കഥയെ പറ്റിയിട്ട് ചില ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സത്യത്തിൽ ആ പടം കാണാൻ ഭയങ്കര കുളിരായിരുന്നു. ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള കളേഴ്സൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ഒരു പക്ഷേ ഇത് ആർട്ട് ഫിലിമാണോ കാണുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ അന്തം വിട്ടിരുന്ന് കണ്ട ഒരു സിനിമയാണ്. അതേ തരത്തിലുള്ളൊരു കളർ കോമ്പിനേഷനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. കാരണം നമ്മുടെ സംവിധായകൻ അരുൺ ബോസ് ഒരു ആർട്ടിസ്റ്റാണ്. ബേസിക്കലി നന്നായിട്ട് വരയ്ക്കും, പെയിൻറ്റ് ചെയ്യും. അപ്പം അരുണിൻ്റെ ഒരു എസ്തെറ്റിക്സ് വളരെ ഹൈ ആണ്. സിനിമാറ്റിക് എസ്തെറ്റിക്സ് വളരെ ഹൈ ആണ്. ഇപ്പോൾ ലൂക്ക എന്ന സിനിമ എടുത്ത് നോക്കിയാൽ അറിയാം നമുക്ക്. ഓരോ സീനിലും ഓരോ ഷോട്ടിലും ഈവൻ സോങ്സിലാണെങ്കിലും ഒക്കെ ഒരു വിഷ്വൽ ഡിസൈൻ ഉണ്ട് സിനിമയ്ക്ക്. ആ ഒരു ഡിസൈൻ തീർച്ചയായിട്ടും മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന സിനിമയ്ക്ക് ഉണ്ടാവും. നമ്മൾ വളരെ ലൈറ്റ് ഹാർട്ടഡ് ഒരു ഫൺ എൻ്റർടൈനറാണ് പറയുന്നതെങ്കിലും ഓരോ സീനിലും ഓരോ ഷോട്ടിലും ആ ഒരു ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു എസ്തെറ്റിക് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഉണ്ടാവും. വിദ്യാസാഗർ സാറിനെ ഇതിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ സിയാദ് കോക്കറിൻ്റെ ഒരുപാട് സിനിമകളിൽ വിദ്യാസാഗർ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതും പാട്ട് അടിപൊളിയാണ്. ഹരിഹരൻ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പാടിയിട്ടുണ്ട്. വിദ്യാസാഗറിനെ ഈ പടത്തിന് കിട്ടിയതൊരു ഭാഗ്യമല്ലേ? ശരിക്കും വളരെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിദ്യാജി ഈണം നൽകിയ ഒരുപാട് സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളതിന് മുമ്പ്. പക്ഷേ ഇതുവരെ പുള്ളി ചെയ്തൊരു ഗാനത്തിൽ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. ലിപ്പ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഒരു പാട്ടിൽ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. ചിലപ്പോൾ മീശമാധവന്റെ കാലം തൊട്ട് വിദ്യാജി സംഗീതം നൽകിയ ഗാനങ്ങളാണ്. പക്ഷെ അതിലൊന്നും എനിക്ക് സോങ്സ് ഇല്ലായിരുന്നു. അതിനുശേഷവും ഏതൊക്കെയോ പടങ്ങൾ ഞാൻ ചെയ്തിരുന്നു, വിദ്യാജി സംഗീതം ചെയ്തു. പക്ഷേ അതിലൊന്നും വിദ്യാജിയുടെ ഒരു ഗാനത്തിൽ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയിരുന്നില്ല. പക്ഷേ 21 വർഷം വൈകിയാണെങ്കിലും ഇപ്പോൾ ആ ഒരു ഭാഗ്യം എന്നെ തേടിയെത്തി. ഒരുപാട് സന്തോഷം. അത് ഹിറ്റാവട്ടെ എന്ന് കരുതണം. ശ്രുതി, ഈ പാച്ചുവും അത്ഭുത വിളക്കും കാണുന്ന സമയത്ത് ആ സിനിമയിൽ ഒറ്റ സീനിലേ ഉള്ളൂ, പക്ഷേ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒറ്റ സീനിൽ വന്നിട്ട് ഒരു ചിരി ചിരിക്കുമ്പോൾ എനിക്ക് ശരിക്കും മധുരത്തിൻ്റെ ഒരു ഹാങ് ഓവറാണ് ഉണ്ടായത്. മധുരത്തിൽ ഈ ഡിംപിളൊക്കെ കാണിച്ചിട്ട് ഭയങ്കര സുന്ദരിയായിട്ട് അഹമ്മദ് കബീർ ശരിക്കും അതൊരു എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ശ്രുതി അത്രയും മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു അഹമ്മദ് കബീർ. ഈ സിനിമയിലേക്ക് വരുമ്പോൾ, പച്ചുവും അത്ഭുത വിളക്കിലേക്ക് വരുമ്പോൾ, ശ്രുതി ഒറ്റ സീനിൽ കാണിക്കുമ്പോൾ, ശ്രുതിയെ പോലൊരു സുന്ദരിയെ ഒറ്റ സീനിൽ കാണിച്ചാൽ നായികയുടെ സൗന്ദര്യം, അപ്പോൾ അതീവ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണായിരിക്കും അടുത്ത് വരാൻ പോകുന്നതെന്നുള്ള നമ്മുടെ ഒരു വിചാരമുണ്ട്. അത് അടുത്ത് വരാൻ പോകുന്ന നായികയെ അത്രയും അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒറ്റ സീൻ മാത്രമായി ചുരുങ്ങി പോകുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? ഒട്ടും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ ഡയറക്ടർ അഖിൽ ഇത് നറേറ്റ് ചെയ്ത സമയത്ത് ഫോണിലൂടെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അഖിൽ പറഞ്ഞു, ശ്രുതിക്കൊന്നും ചെയ്യാനില്ല, ഒരു സീനേ ഉള്ളൂ, ശ്രുതി ഈ സിനിമയിൽ ഇൻകോൺസിക്വൻഷ്യലാണ്, ഈ സീൻ ഇല്ലെങ്കിലും ഈ
സിനിമ പോവും. അപ്പോൾ ആസ് എൻ ആക്ടർ നമ്മൾ ഹോപ്പ് ചെയ്യണം, എക്സ്പെക്ട് ചെയ്യണം എല്ലാം ഉണ്ടാവില്ല എന്ന് അഖിൽ ഓൾറെഡി പറഞ്ഞിരുന്നു. ഹി സെഡ് ഐ ജസ്റ്റ് വാണ്ട് യു ഇൻ ദാറ്റ് സീൻ, കെൻ യു പ്ലീസ് കം ആൻഡ് ഡു ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ഓണസ്റ്റ് ആയിട്ട് ഒരു ഡയറക്ടർ ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് അങ്ങനെ ക്ലീൻ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ഒരു കാര്യം പറയുന്നത്. സോ അഖിലിൻ്റെ ആ ഓണസ്റ്റി ഞാൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ആ സിനിമ പോയി ചെയ്തത്. അപ്പോൾ നമുക്കറിയാം ആ സീൻ ഈ സിനിമയിൽ അത്രയും ഇൻകോൺസിക്വൻഷ്യൽ ആയിരിക്കാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ വേറെ ബാഗേജോ ടെൻഷനോ ഒന്നും ആയിട്ട് പോകാറില്ല. സോ ഞാൻ ഒരു ഡയലോഗ് പോലും ഉണ്ടായിരുന്നില്ല അതിൽ. ബിജു മേനോൻ ഗരുഡനിൽ അങ്ങനെ ഒരു കഥാപാത്രത്തെ ചൂസ് ചെയ്തപ്പോൾ അത് ശരിക്കും പുള്ളിക്കൊരു ഷേക്കൻഡ് കൊടുക്കാൻ തോന്നുന്ന രീതിയിൽ അത്രയും ഒരു മലയാള സിനിമയെ അത്രയും സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ശ്രുതി ഈ ഒരൊറ്റ സീനിൽ ഇത് ചൂസ് ചെയ്യുന്ന സമയത്ത് നാളെ ശ്രുതിയോട് ഇത്തരത്തിലുള്ളൊരു കഥാപാത്രം വന്ന് പറയാൻ സാധ്യതയുള്ളവർക്ക് അതൊരു ആക്കം കൂട്ടും, അവർക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കൊടുക്കുകയാണ്. അപ്പം ഇത് മലയാള സിനിമയെ സഹായിക്കുന്ന കാര്യം. ഒരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പം മധുരത്തിൽ ശ്രുതി ഇത്രയും സുന്ദരിയായിട്ട് ഇപ്പം ഞങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന അത്രയും മനോഹരിയായിട്ട് അഹമ്മദ് കബീർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ ശരിക്കും അത് ആസ്വദിച്ച്, ഇല്ലെങ്കിൽ നമുക്കൊക്കെ വേണ്ടിയിട്ട് അത്രയും നന്നായിട്ട് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാളുടെ ആ ഒരു മിടുക്കിനെ കുറിച്ച് കൂടെ പറയും. എനിക്കതറിയില്ല, ബട്ട് താങ്ക് യു. മധുരം എന്ന് പറഞ്ഞ ആ സെറ്റ്, അഹമ്മദിൻ്റെ സെറ്റ്, എൻ്റെ കോ ആക്ടർ ജോജ് ചേട്ടൻ, അഹമ്മദിൻ്റെ എൻറ്റയർ ക്രൂ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ആക്ടറിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ്, ഒരു ആർട്ടിസ്റ്റിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ ക്രൂവിലെ ഒരാളുടെ ബെസ്റ്റ് പെർഫോമൻസ് വരുന്നത് ഇസ് ബിക്കോസ് ഓഫ് നമ്മുടെ ഡയറക്ടർ ക്രിയേറ്റ് ചെയ്യണ ഒരു എൻവയൺമെൻറ്റ്. അപ്പോൾ മധുരത്തിൽ ഭയങ്കര കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഒരു സീൻ എഴുതിയിട്ടുണ്ട്, യെസ്, പക്ഷേ ചിത്രയും സാബുവുമായിട്ട് അത് അഭിനയിക്കാനുള്ള, ചിത്രയും സാബുവും എന്തായിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഫുൾ ഫ്രീഡം അഹമ്മദ് എന്ന് പറഞ്ഞ ഡയറക്ടർ തന്നിരുന്നു. ജിത്തിൻ എന്ന് പറഞ്ഞ സിനിമാറ്റോഗ്രാഫറും തന്നിരുന്നു. കാരണം ജിത്തിൻ ഒരിക്കലും ക്യാമറ സെറ്റ് ചെയ്തിട്ട് സീൻ ഓൾറെഡി പ്രീ കൊറിയോഗ്രാഫ് ചെയ്തിട്ട് അല്ല ആർട്ടിസ്റ്റിനെ സെറ്റിലേക്ക് വിളിക്കുന്നത്. മധുരത്തിലെ ആ കിച്ചൺ സീക്വൻസിൽ ജോജ് ചേട്ടനെയും എന്നെയും സെറ്റിലേക്ക് വിളിച്ചിട്ടാണ് ലൈറ്റപ്പും ക്യാമറയും എല്ലാം സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളവിടെ വിളിച്ചിട്ട് അവർ പറഞ്ഞു ചിത്രയും സാബു എങ്ങനെയായിരിക്കും ഇത് കൊറിയോഗ്രാഫി ചെയ്യണേ. ആ സീൻ ഒരു വൺ ലൈൻ സീനായിരുന്നു, അത്രയും വലിയ സീൻ പോലും ആയിരുന്നില്ല സ്ക്രിപ്റ്റിൽ. ഇറ്റ് വാസ് ജസ്റ്റ് അവരിങ്ങനെ കിച്ചണിൽ ഇരിക്കുന്നു, എന്നിട്ട് ചിത്ര വീഴുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതൊക്കെ റൈറ്റേഴ്സിൻ്റെ കൂടെ ഇരുന്ന് സെറ്റിൽ ഡെവലപ്പ് ചെയ്ത ഒരു സീനായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കൊലാബറേറ്റീവ് എഫേർട്ട് വരുമ്പോൾ സെറ്റിൽ ഒരു ഈസ് ഉള്ളപ്പോഴാണ് അങ്ങനത്തെ പെർഫോമൻസസ് വരിക എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഫോർ മീ ആസ് എൻ ആക്ടർ അതേ ഇതായിരുന്നു മാരിവില്ലൻ ഗോപുരങ്ങളുടെ സെറ്റും. ബിഫോർ ദിസ് ഐ തിങ്ക് എപ്പോഴും ഞാൻ പറയുന്നത് മധുരം എന്ന് പറഞ്ഞ സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന്. ഇന്ന് അലോങ് വിത്ത് മധുരം എനിക്ക് ഇതും വളരെ ക്ലോസ് ടു മൈ ഹാർട്ടായിട്ടുള്ള ഒരു സെറ്റാണ്. അടിപൊളി. അപ്പോൾ കളർഫുള്ളായിട്ട് നിങ്ങളെ ചിത്രീകരിച്ചിട്ടുണ്ടാവും അല്ലേ? കളർഫുള്ളായിട്ട് നമ്മളെല്ലാവരും വർക്ക് ചെയ്തു. ഐ തിങ്ക് നമ്മൾ 4 പേരുമായിട്ടുള്ള ഒരു കെമിസ്ട്രി അടിപൊളിയാണ്. അത് നന്നായിട്ട് സ്ക്രീനിൽ ക്യാപ്ചറും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വിൻസിയിലേക്ക് വന്നാൽ ഈ രേഖ ചെയ്യുന്ന സമയത്ത് രേഖയുടെ ഫൈറ്റ് സീൻസിന് അപ്പുറത്തേക്ക് എനിക്ക് റൊമാൻറ്റിക് ആയിട്ടുള്ള ഇൻറ്റിമേറ്റ് സീൻസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് സ്റ്റേറ്റ് അവാർഡും നമുക്ക് ആ പടത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ ചെയ്തതായിരിക്കില്ലല്ലോ, നമ്മൾ സ്ക്രീനിൽ കണ്ടപ്പോൾ വേറൊരു രീതിയിലായിരിക്കും അത് കാണുക. സ്ക്രീനിൽ കണ്ട സമയത്ത് ഇത് സാറ്റിസ്ഫൈഡ് ആയിരുന്നോ? എത്രത്തോളം അത് ചെയ്തിട്ടുണ്ടെന്നാണ് സ്വയം തോന്നിയത്? ആക്ച്വലി സിനിമയിലുള്ള സീനിനേക്കാളും ഭയങ്കര ഡെപ്ത് ഉള്ള രീതിയിലായിരുന്നു എടുത്തു വെച്ചത്. പക്ഷെ സെൻസർ കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞതുകൊണ്ട് ചില സീൻസ് ഒഴിവാക്കേണ്ടി വന്നു. അത് കാണുമ്പോൾ സങ്കടം ഉണ്ടായത്. കാരണം നമ്മൾ അത്രയും ഫസ്റ്റ് ടൈമാണ് ഒരു ഇന്റിമേറ്റ് സീൻ, അപ്പൊ അതിന്റെ ഒരു പ്രഷറുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമുക്കത് ചെയ്ത് നമ്മൾ ആ ഒരു എഫേർട്ട്, ആ റിസ്ക്, എനിക്ക് റിസ്ക് ആയിരുന്നു പേഴ്സണലി. അപ്പൊ ആ റിസ്ക് എടുത്താൽ ചെയ്തത് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അതായത് സിനിമയ്ക്ക് റെലവെന്റ് ആണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് തിയേറ്ററിലോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിലോ ഒക്കെ ഉണ്ട് മൂവി, അത് കാണുമ്പോൾ നമ്മൾ ആ സീൻ കാണുമ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ എന്നുള്ള വിഷമമാണ്. മാരിവില്ലൻ ഗോപുരങ്ങളിൽ വിൻസി ഇതുവരെ ഇടാത്ത വേഷങ്ങളിലായിരിക്കും വരിക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നാടൻ വേഷങ്ങളിലായിരുന്നല്ലോ കൂടുതൽ പ്രത്യക്ഷപ്പെടുന്നത്, അതല്ലാതെ മറ്റു തരത്തിലുള്ള വേഷങ്ങളിൽ വരികയും ഒപ്പം ഞാൻ മനസ്സിലാക്കുന്നത് വിൻസിയുടെ ക്യാരക്ടർ കുറച്ചുകൂടെ ഈ സിനിമ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നാണ്. അങ്ങനെയാണോ? അങ്ങനെയില്ല.
നമ്മള് 4 പേരിന് കൂടാതെ വശിഷ്ഠ നമ്മള് ചിലപ്പോ 5 പേര് ഒരുമിച്ച് ചിലപ്പോൾ കൊണ്ടുപോകും. സർജാനോ, ശരിക്കും സർജാനയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട്. ഇപ്പോൾ ജൂണിൽ ഞാനൊക്കെ മനസ്സ് തന്ന് കണ്ടു തുടങ്ങിയതാണ്. അതിനുശേഷം 4 ഇയേഴ്സിലെത്തുമ്പോഴും കുറേ കൂടെ റിലേറ്റ് ചെയ്തു. ഇപ്പോൾ യങ്സ്റ്റേഴ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളും കൂടിയാണ് സർജാനോ. ഇതിലും അങ്ങനെയാണോ, അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണോ കിട്ടിയിരിക്കുന്നത്? എനിക്ക് തോന്നിയിട്ടുള്ളത് യങ്സ്റ്റേഴ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ തന്നെയാണ് ഇത്. ബിക്കോസ് എല്ലാവരും പറയാത്തൊരു ഒരു അതായത് എല്ലാ സിനിമകളിലും കാണിക്കാത്തൊരു സൈഡ് ഓഫ് ഈ ക്യാരക്ടറിന്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട് ഈ സിനിമയിൽ. പുറമേ കാണാത്ത അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ല നമ്മളെല്ലാവരുടെ ലൈഫ്. അതുപോലെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി പേഴ്സണൽ ആയിട്ട് ഈ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഓൾസോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇതിൽ വർക്ക് ചെയ്യാൻ. ബിക്കോസ് വിൻസി, ഇന്ദ്രേട്ടൻ, ശ്രുതി ചേച്ചി ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഹാഫ് ഓഫ് മൈ വർക്ക് വാസ് ഓൾറെഡി ഡൺ. കാരണം ഇവരായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് മോർ ഈസി ഫോർ മീ. ആൻഡ് വിത്ത് വിൻസി ഭയങ്കര ഹ്യൂമറൊക്കെ അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യും. അതുകൊണ്ട് തന്നെ ചില റിയാക്ഷൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച കുറെ കാര്യങ്ങൾ ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഓവറോൾ വെരി എക്സൈറ്റഡ് ഇങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ പറ്റിയത്. അപ്പം ജൂൺ എക്സെപ്റ്റ് ചെയ്ത പോലെ 4 ഇയേഴ്സ് എക്സെപ്റ്റ് ചെയ്ത പോലെ എന്നിവരിൽ കിട്ടിയ അപ്രിസിയേഷൻ പോലെ ഇതിലും അത് കുറച്ചുകൂടെ നന്നാവും എന്ന് വിചാരിക്കും. ഇപ്പോൾ കേൾക്കുമ്പോൾ അങ്ങനെ ഒരു പടമായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫാദർ വിൻസെൻ്റ് വട്ടോളി നമ്മുടെ മനസ്സിൽ കയറിയ ഒരു സുന്ദരനായിട്ടുള്ള പുണ്യാളനാണ്. ഭയങ്കര രസമായിട്ട് നമ്മളിപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് ആമേനിലെ ആ ക്യാരക്ടറിനെ. അതുപോലെ ഇത് ഒരു കളർഫുൾ പടമാണെന്ന് പറയുമ്പോൾ അത്തരത്തിൽ നമ്മുടെ മനസ്സിനകത്തേക്ക് ഇടിച്ചു കയറുന്ന ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കുമോ? തീർച്ചയായിട്ടും ഇടിച്ചു കയറും തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതിനു മുമ്പ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ള കുറച്ച് കോമഡിയും ഒക്കെ ഉള്ള എൻ്റർടൈനേഴ്സ് അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങൾ വലിയ രീതിയിൽ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട്. ഞാനും കുറേ നാളായിട്ട് കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ എൻ്റെ ഒരു 3-4 വർഷത്തെ ഒരു ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സീരിയസ് പടങ്ങളിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്. അമർ അക്ബർ അന്തോണിക്ക് ശേഷം ഇത് ആ ഒരു ജോണറിൽപ്പെട്ട സിനിമയല്ല, ബട്ട് അതേ ആ ഷെയ്ഡ്സ് ഉള്ളൊരു കഥാപാത്രം എനിക്ക് കിട്ടണം എന്നല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ളൊരു ജോണറാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ലൈറ്റ് ഹ്യൂമറും ഒക്കെ ഉള്ള ഹ്യൂമർ എനിക്ക് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. ആ രീതിയിൽ തീർച്ചയായിട്ടും എൻ്റെ ഇതിന് മുൻപുള്ള കഥാപാത്രങ്ങൾ സ്വീകരിച്ചിട്ടുള്ള പ്രേക്ഷകർ ഇതും സ്വീകരിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതിൽ ഹ്യൂമർ മാത്രമല്ല, ഇതിൽ ഇമോഷൻസ് ഉണ്ട്, പെയിൻ ഉണ്ട്, എല്ലാം ഉണ്ട്. സോ ഒരു പാക്കേജാണ് സിനിമ. ബട്ട് നമ്മളതെല്ലാം പറഞ്ഞു പോയിരിക്കുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് ഫോർമുലയിലാണ്. എല്ലാ സീനുകളും കണ്ട് രസിച്ച് ചിരിച്ച് അങ്ങനെ വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് കണ്ടുപോകുന്ന ഒരു സിനിമയായിരിക്കും മാരുവിലും ഗോപുരം. എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു ക്യാരക്ടറാണ് ലെഫ്റ്റിലെ ഈ വട്ട് ജയൻ എന്ന് പറയുന്നത്. വട്ട് ജയൻ എന്നാണ് പേരെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇതിലെ ക്യാരക്ടറും നമ്മളിപ്പോൾ സിനിമയുടെ ഒപ്പം നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിലാണോ, അങ്ങനെയാണോ കണക്ട് ചെയ്യപ്പെടുന്നത്? ഇത് ഈ 4 പേരുടെയും കഥയാണ്. ഇപ്പോൾ ഞാനൊരു ഫാമിലി എൻ്റർടൈനർ എന്ന് പറഞ്ഞത് ശരിക്കും ലിറ്ററലി ഒരു ഫാമിലിയുടെ കഥയാണ്. കാരണം ഇതിനകത്ത് ഷിൻഡോ എന്ന് പറഞ്ഞ എൻ്റെ കഥാപാത്രത്തിൻ്റെ ബ്രദറാണ് റോണി, ഷിൻഡോയുടെ വൈഫാണ് ഷെറിൻ, റോണിയുടെ ഗേൾഫ്രണ്ടാണ് മീനാക്ഷി. അപ്പോൾ ഈ 4 പേരും ഒരു ഫാമിലിയിലുള്ള ആൾക്കാരാണ്. അത് തന്നെയാണ് ഈ ടൈറ്റിലും സൂചിപ്പിക്കുന്നത്. മാരുവിൽ എന്ന് പറയുമ്പോൾ പല കളേഴ്സ് ഉണ്ടെങ്കിലും അത് ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലിയാണ്. അപ്പോൾ ഈ 4 പേരുടെയും കഥകൾ പറയുന്ന സിനിമയാണ്. ഈ 4 പേരും ഈ സിനിമയുടെ കഥ പ്രോഗ്രസ് ചെയ്യുമ്പോൾ നേരിടുന്ന ഓരോ പ്രശ്നങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ എങ്ങനെ അവർ തരണം ചെയ്ത് ആ റോഡ് ബ്ലോക്സ് ഒക്കെ കടന്ന് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അത് എൻ്റർടൈനിങ് ആയിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് മാരുവിലും ഗോപുരങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യം ഉണ്ടാവും. ഈ ബ്രൈറ്റ് ആയിട്ട് പറയുമ്പോൾ അങ്ങനെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പടം തന്നെ ആയിരിക്കും എന്നാണ് വിശ്വസിക്കണേ. സോങ്ങുകളൊക്കെ ഒന്നിനൊന്ന് വലിയ ഹിറ്റുകളാണ്. ആ ഒരു കളർ തന്നെ ആയിരിക്കും സിനിമയ്ക്ക്. അങ്ങനെ ഉണ്ടാവട്ടെ. ഇപ്പോൾ പ്രേമലു ഹിറ്റ് ആവുന്ന സമയത്ത് അതിനകത്തൊരു ചെറിയ ചിരി വരുമ്പോഴത്തേക്ക് അത് വലുതായിട്ട് ചിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു പടം നമുക്ക് കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടെ നമ്മൾ ആസ്വദിച്ച് ചിരിക്കുകയാണ് ചെയ്തത്. അതാണ് എവിടെയോ ആ ഒരു ജോണർ പതുക്കെ കുറഞ്ഞു തുടങ്ങിയ ഒരു ഫീലിംഗ് ആണ്. കഴിഞ്ഞ ഒരു 5-6 വർഷം നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ഭയങ്കര ആക്ഷൻ ബിഗ് ഫിലിംസ് അല്ലെങ്കിൽ ത്രില്ലേഴ്സ് ആ ജോണറിലൂടെയാണ് മലയാള സിനിമ കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ളത്. പക്ഷേ അത് നമ്മൾ മലയാള സിനിമയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 90s ആണെങ്കിലും ഏർലി 2000s ആണെങ്കിലും ഇങ്ങനെ ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ലൈറ്റ് ഹാർട്ടഡ് എൻ്റർടൈനേഴ്സ് ഭയങ്കരമായി വിജയിച്ചിരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം. നമ്മൾ അറിയപ്പെട്ടിരുന്നതും അങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ജോണർ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രേമലു പോലത്തെയുള്ള സിനിമകൾ വിജയിക്കുന്നത് ഡെഫിനറ്റ്ലി നല്ലൊരു ലക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെയുള്ള സിനിമകൾക്ക് എന്നും മലയാളത്തിൽ സ്പേസ് ഉണ്ടാവും, അങ്ങനെയുള്ള കണ്ടന്റ് സ്പേസ് ഉണ്ടാവും.
ആ കണ്ടന്റിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ സിനിമ. അങ്ങനെ പടം ഹിറ്റാവുന്ന സമയത്ത് അതിനകത്ത് ഇപ്പോൾ വിമർശനമുള്ളത് അവരുടെ പ്രേമം അത്രയേറെ വളർന്നിട്ടില്ല. ഇപ്പോൾ ഗിരീഷേടിയുടെ കഥാപാത്രങ്ങൾ വളർന്നു, പക്ഷേ പ്രണയത്തിൻ്റെ കാര്യത്തിൽ മാത്രം വളർച്ചയുണ്ടായില്ല എന്ന് വിമർശനം ഉണ്ടാകുമ്പോഴും നമ്മളത് ഓവർകം ചെയ്ത് ആസ്വദിക്കുകയാണ്. എന്തായാലും അങ്ങനെ ഉണ്ടാവട്ടെ. ശ്രുതി ഇപ്പോൾ പ്രേതം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് പ്രേതത്തിൽ വിശ്വാസമില്ല, അപ്പം എനിക്ക് എന്താണ് റെഫറൻസ് എടുക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ശ്രുതി അതിനകത്ത് ഇങ്ങനെ ഒരു റെഫറൻസ് എടുത്തത് എന്താണ്, ഇല്ലെങ്കിൽ അത് ആൾക്കാരെയൊക്കെ പേടിപ്പിക്കുന്ന ഒരു സിനിമയും കൂടെ ആയിരുന്നല്ലോ അത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന റെഫറൻസ്? ആക്ച്വലി പ്രേതം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ഒരാളെയും പേടിപ്പിച്ചിട്ടില്ല. ക്ലാര എന്തുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്തത് എന്ന് ക്ലാരയ്ക്ക് തന്നെ റീസൺ ക്ലാരയ്ക്ക് അറിയാം, പക്ഷേ ഹൂ വാസ് റെസ്പോൺസിബിൾ എന്നുള്ളത് ക്ലാരയ്ക്ക് അറിയില്ല. അപ്പോൾ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് അതൊക്കെ ചെയ്തത് എന്ന് ക്ലാര മനസ്സിലാക്കുമ്പോൾ ക്ലാരയുടെ ഒരു വിഷം മാത്രമേ ഉള്ളൂ. അല്ലാതെ രഞ്ജിത് ശങ്കർ പറഞ്ഞിരുന്നു, ഇത് അങ്ങനെ പ്രേതമായിട്ട് നിൽക്കുന്ന ശ്രുതി ആരെയും പേടിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. മേ ബി ലുക്ക് I don't know, but അങ്ങനെ നിന്നാ മതി രഞ്ജിത് ശങ്കർ പറഞ്ഞിരുന്നു. പറഞ്ഞതുപോലെ വെറുതെ നിന്നാ മതി, പേടിച്ചോളൂ. പക്ഷെ ഐ ഫീൽ ലൈക്ക് അത് അങ്ങനത്തെ ഒരു പേടിപ്പിക്കുന്ന പ്രേതമല്ല, ഇറ്റ് ജസ്റ്റ് ഒരു ഇമോഷണൽ പ്രേതമായിരുന്നു. കാണേ കാണേ ബോബി സഞ്ജയുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു, രസമുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു. ആ സമയത്ത് ഒരു ബെഞ്ച് മാർക്ക് പോലൊരു പടമായിരുന്നു കാണേ കാണേ. ഈ കാണേ കാണയുടെ സ്ക്രിപ്റ്റൊക്കെ കേൾക്കുമ്പോൾ ഒരു അഭിമാനം തോന്നില്ലേ, നമ്മുടെ സിനിമ വളരുകയാണ്. അപ്പോൾ അത്തരം സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ പ്രൗഡ് നമുക്ക് കൂടില്ലേ? ആ കഥ കേൾക്കുന്ന സമയത്ത് എന്താ തോന്നിയെന്ന് പറയും? കാരണം അത് കോവിഡ് സമയത്തായിരുന്നു മനു നറേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ മനു പറഞ്ഞു, ഇതാണ് ടീം, ഇതാണ് കഥ. ആൻഡ് എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. കാരണം മനുവും ബോബി സഞ്ജയ് സർ എഴുതിയ ആ സ്ക്രിപ്റ്റിൽ എല്ലാ ക്യാരക്ടേഴ്സിനെയും ഗ്രേ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്, വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. സോ അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ല, ആൻഡ് ഓൾ ഓഫ് ദി ഗ്രേ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് നമ്മളെല്ലാവരും. അപ്പോൾ ആൻഡ് ഓൾസോ അങ്ങനത്തെ ലൈക്ക് ടൊവിനോ ചെയ്ത ആ ഒരു ക്യാരക്ടർ ചെയ്ത ചില കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ആസ് എ ടീം എങ്ങനെയാണ് അത് ജസ്റ്റിഫൈ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് ഒരു വലിയ പോയിന്റാണ് ആ സ്ക്രിപ്റ്റിൽ. എങ്ങനെയാണ് അത് അവർ ഹാൻഡിൽ ചെയ്തത്, ഐ തോട്ട് ഇറ്റ് വാസ് വെരി സെൻസിറ്റീവ്ലി ഹാൻഡിൽ. അപ്പോൾ ആൻഡ് ഈ കഥ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ അയ്യോ പാവം ഷെറിൻ എന്ന് തോന്നി. സോ ബട്ട് ഓൾസോ എനിക്ക് ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. ആൻഡ് അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ്, അങ്ങനത്തെ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ, അങ്ങനത്തെ ഒരു ക്യാൻവസിലെ ഒരു പടം ഐ റിയലി വാണ്ട് ടു ഡു അറ്റ് ദാറ്റ് പോയിന്റ്. ആൻഡ് ഇറ്റ് ഹെൽപ്ഡ് മീ ആൻഡ് മൈ കരിയർ. അടിപൊളി. അതുകൊണ്ട് നമുക്ക് നല്ലൊരു പടം കിട്ടി. ഇപ്പോൾ തുറമുഖം, 91A, 10ാം വളവ്, ഇങ്ങനെയുള്ള പടങ്ങളാണ് ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട സിനിമകൾ. പക്ഷേ എനിക്ക് രസമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സ്പോർട്സുമായിട്ടുള്ള റിലേഷനുള്ള പടങ്ങളൊക്കെ നമുക്ക് ഭയങ്കര രസമായിട്ട് ഇഷ്ടപ്പെടും. പക്ഷേ ആ ഏരിയയിൽ അല്ലാതെ തന്നെ എനിക്ക് ചില സെറ്റിലായിട്ട് അഭിനയം കാഴ്ചവെക്കേണ്ട ചില ഏരിയാസ് ഉണ്ട്. ചില ഇങ്ങനെ ഒന്ന് നിന്ന് തിരിയുന്നിടത്തൊക്കെ ആ ക്യാരക്ടറിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു അഭിനയം അതിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യേണ്ട സമയത്ത് ഇത് എത്ര വേണമെന്നൊക്കെയുള്ള തീരുമാനം അത് ഡയറക്ടർക്ക് വിടുവാണോ, അതെങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുക? ഞാൻ കൂടുതലും ഡയറക്ടർക്ക് വിട്ടുകൊടുക്കുന്നത്. ഓബിയസ്ലി എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഞാനത് ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്, റൈറ്ററായിട്ടും ഡിസ്കസ് ചെയ്യാറുണ്ട്. ബട്ട് കറങ്ങി തിരിഞ്ഞ് അവസാനത്തെ തീരുമാനം എടുക്കേണ്ടത് സംവിധായകനാണ്. സംവിധായകൻ ഒരു ഷോട്ട് കണ്ടിട്ട് ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഇത് കൊള്ളാം, ഇത് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ എൻഡ്സ് യുവർ ജോബ്. അപ്പോൾ ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ലാതെ ഞാൻ ഇങ്ങനെ ചെയ്യാം, അതായിരിക്കും നല്ലത് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ എല്ലാ സിനിമകളെയും അപ്രോച്ച് ചെയ്യുന്നത്. അത് പുതിയ ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, ഞാൻ നന്നായിട്ട് അവരോട് സംസാരിച്ച് അവരെന്താണ് എന്നിൽ നിന്ന് ആ കഥാപാത്രത്തിൽ പ്രതീക്ഷിക്കുന്നത് എന്ന് കേട്ട് മനസ്സിലാക്കിയിട്ട് പെർഫോം ചെയ്യുക. ആ ഒരു രീതിയാണ് ഞാൻ അന്നും ഇന്നും ഇനി എന്നും കൈക്കൊള്ളാൻ പോകുന്നത്. വിൻസി ഒരുപക്ഷെ കുറച്ചുകൂടെ ക്യാരക്ടേഴ്സിനെ ചൂസ് ചെയ്യേണ്ട ഒരു സ്പേസിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കണേ. ഇപ്പോൾ ഈ അടുത്ത് പഴഞ്ചൻ പ്രണയം കാണുന്ന സമയത്ത് അത് കുറച്ച് പഴഞ്ചനായിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത്. അത് ആ സ്ക്രിപ്റ്റൊക്കെ നോക്കുന്ന സമയത്ത് മനസ്സിൽ എന്താണ് തോന്നിയത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചത്? അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് റോണി ചേട്ടൻ, അതുപോലെ എൻ്റെ ബോയ്ഫ്രണ്ട് റോണി ചേട്ടൻ ആണ് പറഞ്ഞെങ്കിലും ചെറിയൊരു കഥയാണ്, നമ്മൾ ചെറിയ രീതിയിൽ എടുക്കുന്ന ഒരു മൂവിയാണ്, നീ കേട്ടു നോക്കാൻ പറഞ്ഞു. അങ്ങനെ കഥ കേട്ടപ്പോൾ എനിക്ക് അത്ര ഇറ്റ്സ് എ യൂഷ്വൽ, ഐ മീൻ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ഫീൽ വന്നില്ല. പക്ഷെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴാണ് ഐ ഫെൽറ്റ് ഇറ്റ്സ് എ നൈസ് സ്റ്റോറി എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ ചെയ്യുന്നൊരു മൂവിയാണ്. വിൻസിയെ കാണുമ്പോഴൊക്കെ ആ കോഴിക്കറി, പഴയ കോഴിക്കറി നമ്മൾ ഓർക്കും, മനോരമയിലെ കോഴിക്കറി. ഒരുപക്ഷെ ഒരു ടേൺ അതായിരുന്നു. വിൻസി ആ കോഴിക്കറി അങ്ങനെ വെച്ചില്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ ഇരിക്കില്ലായിരുന്നു എന്ന് കരുതാമോ? അങ്ങനെയല്ല, കോഴിക്കറി അല്ല, കോഴിക്കറി ഒരു
ടേണിംഗ് പോയിന്റ് ഞാൻ പറയുന്നില്ല. അതെനിക്ക് എന്താ പറയുക, ഫിനാലയിൽ ഞാൻ ചെയ്തൊരു പെർഫോമൻസ് അത്രേ ഉള്ളൂ. അതിന് മുന്നേ നായകൻ എന്ന് പറഞ്ഞൊരു ഹോൾ ഷോ ഉണ്ടായിരുന്നു. അതെ, ഇടയ്ക്കൊക്കെ ഇത് പോപ്പപ്പ് ചെയ്ത് വരുമ്പോൾ റീവാച്ച് ചെയ്യാറുണ്ടോ കോഴിക്കറി? ഇല്ല, ഇപ്പൊ വാച്ച് ലൈക്ക് നമുക്ക് തന്നെ അത് റിപ്പീറ്റഡ്ലി കണ്ട് കാരണം ഐ പേഴ്സണലി ബിലീവ് ഫ്രം ദാറ്റ് കോഴിക്കറി ഞാൻ ഇംപ്രൂവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ വേറൊരു സ്പേസിലോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കണം എന്ന് എനിക്കറിയാം. അതെന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇംപ്രൂവ് ചെയ്തൊരു ഫീൽ എനിക്കുണ്ട്. അത് കോഴിക്കറി തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ. ഇടയ്ക്കൊക്കെ ഇത് പോപ്പപ്പ് ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇടയ്ക്കൊക്കെ നമുക്ക് കൊണ്ടു തരുമല്ലോ ഇത്, അപ്പോൾ റീവാച്ച് ചെയ്യാറുണ്ടോ? ഇല്ല, കാണാറില്ല. സ്കിപ്പ് ചെയ്ത് പോകും. പക്ഷെ എനിക്കിഷ്ടമാണ്, പക്ഷെ അത് മുഴുവൻ ഇപ്പൊ കാണാറുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടരുത്, ദേഷ്യപ്പെടേണ്ട കാര്യമല്ല കേട്ടോ. ഈ മാരിവില്യൻ ഗോപുരങ്ങൾ രണ്ടുപേരും ഒന്ന് പാടുമോ? പാടുന്നതിന് ദേഷ്യപ്പെടുന്ന സന്തോഷം. ലിറിക്സ് എടുക്കും. മാരിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവായി മച്ചകങ്ങൾ മോടിക്കൂട്ടാൻ മേടസൂര്യൻ കാവലാളായി നീലരാത്രി കുന്നിനുമീതെ കുറുകി നടക്കും മാടപ്രാവുകളെ കൂട്ടിനു വന്നീ കൊട്ടാരത്തിന് ചന്തം കൂട്ടാൻ വാ. മാരിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവായി മച്ചകങ്ങൾ. അടിപൊളി, സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. പടത്തിനൊരു ഹൈപ്പ് കിട്ടാൻ അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് ആള് കയറാൻ യങ്സ്റ്റേഴ്സിനെയൊക്കെ ആകർഷിക്കേണ്ട കാര്യമാണ്. എല്ലാവരെയും ആകർഷിക്കുന്ന ഘടകങ്ങളുണ്ട്. ഫ്ലവേഴ്സ് ഉണ്ട്. ഫാമിലി എന്റർടൈനർ ആണെങ്കിലും ഫാമിലി ഓഡിയൻസ്, അതുപോലെ യങ്സ്റ്റേഴ്സ്, കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു വലിയ എലിമെന്റ് സിനിമയിലുണ്ട്. വസിഷ്ഠ അഭിനയിച്ചിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. അത് കുട്ടികൾക്ക് ഭയങ്കര ക്രേസ് ആവാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ്. അതൊരു സർപ്രൈസ് ഫാക്ടർ ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിന്റെ അധികം വിഷ്വൽസ് ഒന്നും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ എല്ലാത്തരം പ്രേക്ഷകർക്കും ഒരുപോലെ കണ്ട് രസിക്കാവുന്ന ഒരു സിനിമയായിരിക്കും മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിന്റെ കഥ പറയുമ്പോഴത്തേക്ക് പ്രോഗ്രസീവ്നെസ് പറയേണ്ടി വരും. ആ സമയത്ത് കഥയ്ക്ക് കോൺട്രഡിക്ടറി ആയിട്ട് വരരുത്. ഇപ്പം എങ്ങനെയായിരിക്കും അത് സെറ്റിലായിട്ടായിരിക്കുമോ അത് പറഞ്ഞിട്ടുണ്ടാവുക? അല്ല, പ്രോഗ്രസീവ്നെസ്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഈ സിനിമ. പക്ഷെ നമ്മൾ അങ്ങനെ ജഡ്ജ്മെന്റൽ ആവുന്നില്ല. ലൈക്ക് ഇതാണ് ശരി, ഇത് തെറ്റ്, അല്ലെങ്കിൽ ഇത് തെറ്റ്, ഇത് ശരി, അങ്ങനെ ഒരു വേർതിരിവ് ഇതിനകത്തില്ല. പക്ഷെ പല ഡിഫറെന്റ് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ചില ഇഷ്യൂസിനെ കുറിച്ചുള്ള പല ആൾക്കാരുടെ അഭിപ്രായം. എവറി പേഴ്സൺ ഇസ് ഡിഫറെന്റ്. അപ്പോൾ എല്ലാ റിലേഷൻഷിപ്സും ഡിഫറെന്റ് ആണ്. അപ്പോൾ ഒരാളത് കാണുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാളത് കാണുന്നത്. അപ്പോൾ ഈ എല്ലാ മൈൻഡ് സെറ്റ്സും അല്ലെങ്കിൽ പല അഭിപ്രായങ്ങളും നമ്മൾ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു ജഡ്ജ്മെന്റലായിട്ടൊരു തീരുമാനം അവിടെ പറഞ്ഞു വെച്ചിട്ടില്ല. അത് പ്രേക്ഷകർക്ക് ചൂസ് ചെയ്യാം. കാരണം എവറിത്തിങ് ഇസ് ദെയർ ഇൻ ദ ഫിലിം. സർജാനയുടെ അഭിപ്രായം, യങ്സ്റ്റേഴ്സിന്റെ പ്രതിനിധിയാണ് സർജാന. എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് വാട്ട് എവർ വി ആർ. നമ്മുടെ എല്ലാവരുടെയും ഒരു റിഫ്ലക്ഷൻ ആണ് ഈ സിനിമ. ആൻഡ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എവിടെ ഒരു ജഡ്ജ്മെന്റ് ഇല്ല. എന്ത് ശരി ഒരു ഹെൽത്തി കോൺവെർസേഷൻ പോലെയാണ് ഈ സിനിമ. കുറച്ച് ഹ്യൂമറും ഐ തിങ്ക് മൊത്തത്തിൽ ഈ സിനിമ മൊത്തം ഹ്യൂമറിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇറ്റ്സ് എ വെരി ലൈറ്റ്. ആരെയും ഒന്നും പറഞ്ഞ് ഇതിങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ അത് ഇങ്ങനെ ശരിയും തെറ്റും വളരെ പേഴ്സ്പെക്റ്റീവ് ആണ്. ഒരാളുടെ ശരി മറ്റൊരാൾക്ക് ശരിയാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് പല വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് ശരിയാണ്, ഇതാണ് കറക്റ്റ്, നമ്മൾ അങ്ങനെ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു മോറൽ മെസ്സേജ് ഒന്നും കൊടുക്കാൻ ഈ സിനിമയിലൂടെ നമ്മൾ ശ്രമിച്ചിട്ടില്ല. ശ്രുതിയുടെ ഒപ്പീനിയനും കൂടെ പറയൂ. ഐ ഫീൽ ലൈക്ക് പ്രോഗ്രസീവ് ആണ് എന്ന് വിചാരിച്ച് പറയുന്ന പല കാര്യങ്ങളും അത് നല്ല രീതിയിൽ നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മളെല്ലാവരും പറയുന്ന മാതിരി ഇത് വേറെ വേറെ വ്യൂ പോയിന്റ്സ് ആണ്. സൊസൈറ്റിയിലുള്ള എല്ലാവരുടെയും വ്യൂ പോയിന്റ്സ്. ലൈക്ക് ചേട്ടൻ്റെ വ്യൂ പോയിന്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം മൈൻ. അങ്ങനെ ചേട്ടൻ്റെ വ്യൂ പോയിന്റ് തെറ്റാണ് എന്നല്ല, എൻ്റെ വ്യൂ പോയിന്റ് ശരിയാണെന്നും അല്ല. സോ ആസ് എ സൊസൈറ്റി വി കോ എക്സിസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ മാത്രമാണ്. പ്രോഗ്രസീവ് ആവണം എന്ന് വിചാരിച്ചിട്ട് ഒരു ഡയലോഗ് പോലും നമ്മൾ ഇതിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. വിൻസിയും കൂടെ പറയൂ. ഇതില് മീനാക്ഷി ഇപ്പം നമ്മളിതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, ഒരു കൂട്ടർക്ക് കല്യാണം കഴിക്കുന്ന കുട്ടികൾ വേണ്ട, ഒരു കൂട്ടർക്ക് കുട്ടികളാവാം പക്ഷെ കല്യാണം കഴിക്കട്ടെ എന്നുള്ളത് ടീച്ചറിൽ പറഞ്ഞു. അപ്പം ഇതിപ്പം ഇപ്പൊ പറഞ്ഞില്ലേ യൂത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പൊ മീനാക്ഷി ആണെങ്കിലും ഡ്രോണി ആണെങ്കിലും യൂത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലല്ല, അവരുടെ ചോയ്സസ് ആണ്. അതിന് ആ ചോയ്സ് സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണങ്ങൾ അവർക്കുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മള് യൂത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, നമ്മൾ പ്രോഗ്രസീവ് തോട്ട്സ് ആണ് എന്നുള്ളൊരു
അങ്ങനെയല്ല. കാര്യമില്ല. എന്തായാലും എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പടമായിരിക്കുമെന്നാണ് കരുതണത്. എന്തായാലും കളറുണ്ട്, നിങ്ങളെയൊക്കെ പോലെ തന്നെ നല്ല കളറുണ്ട്. ആ കളർ കോൺട്രാസ്റ്റിൽ ഞാനും ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ പങ്കുചേരുന്നു. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു